ഹലോ, ഷെയർ വിത്ത് അനല. ഇന്ന് ഇൻട്രസ്റ്റിംഗ് ആയ ഒരു ടോപ്പിക്ക് നമുക്ക് നോക്കാം. നിങ്ങൾക്കെതിരെ ആരെങ്കിലും സ്പൈ വർക്ക് ചെയ്യുന്നുണ്ടോ എന്നാണ് നമ്മുടെ ഇന്നത്തെ ടോപ്പിക്. ഇത് ഒരു നെഗറ്റിവിറ്റി സ്പ്രെഡ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള റീഡിംഗ് അല്ല, നിങ്ങൾക്ക് അവയർനെസ് തരിക എന്നത് മാത്രമാണ് എൻ്റെ ഉദ്ദേശം. നിങ്ങളറിയാതെ നിങ്ങൾക്കെതിരെ ആരെങ്കിലും സ്പൈ വർക്ക് ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അതിനെക്കുറിച്ചൊരു അറിവുണ്ടായിരിക്കണം. നിങ്ങൾ സൂക്ഷിക്കേണ്ട കാര്യങ്ങൾ സൂക്ഷിക്കണം. അതിനുവേണ്ടി മാത്രമാണ് നമ്മൾ ഈ സ്പ്രെഡ് ചെയ്യുന്നത്. ഓക്കെ, നമുക്ക് നോക്കാം. ഇത് ആരാണ് നിങ്ങൾക്കെതിരെ ഇപ്പോൾ സ്പൈ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നത്? നിങ്ങളെ രഹസ്യമായിട്ട് നിരീക്ഷിക്കുകയും നിങ്ങളുടെ ഓരോ നീക്കങ്ങളും ശ്രദ്ധിക്കുകയും ചെയ്യുന്നത് ആരാണ് എന്ന് നോക്കാം. എനിക്കിവിടെ കാണാൻ പറ്റുന്നത് നിങ്ങളെക്കാൾ സീനിയർ ആയിട്ടുള്ള, നിങ്ങൾ റെസ്പെക്റ്റ് ചെയ്യുന്ന ഒരു വ്യക്തിയാണ് ഇപ്പോൾ നിങ്ങൾക്കെതിരെ സ്പൈ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഒരു പക്ഷേ ഈ ആൾ നിങ്ങൾക്കും നിങ്ങളുടെ മാനേജ്മെൻറ്റിനും ഇടയിൽ നിൽക്കുന്ന ഒരാളായിരിക്കാം. അതായത് നിങ്ങളുടെ സുപ്പീരിയർ അതോറിറ്റിക്കും നിങ്ങൾക്കും ഇടയിൽ നിൽക്കുന്ന ഒരാളായിരിക്കാം. വളരെ പെട്ടെന്ന് തീരുമാനങ്ങൾ എടുക്കുന്ന ഒരു ടൈപ്പ് ഓഫ് ആളായിരിക്കാം. കാര്യങ്ങളെല്ലാം പെട്ടെന്ന് തീരുമാനമാക്കുന്ന, തീർപ്പാക്കുന്ന ഒരു ആൾ എന്നുള്ള ഒരു ഇംപ്രഷനാണ് ആ ആളെക്കുറിച്ച് നിങ്ങൾക്ക് ഉള്ളത്. ഓരോ സമയത്തും ഓരോ സ്വഭാവമാണ്. പെട്ടെന്ന് ക്യാരക്ടർ മാറും എന്നും ഒരു പക്ഷേ നിങ്ങൾക്ക് ആ ആളെ പറ്റി തോന്നുന്നുണ്ടാവാം. പക്ഷേ അതേസമയം തന്നെ നിങ്ങൾക്ക് അയാളോട് നല്ല റെസ്പെക്റ്റാണ് ഉള്ളത്. ആൾ ചെയ്യുന്ന ജോലിയിൽ അല്ലെങ്കിൽ ഏർപ്പെട്ടിരിക്കുന്ന പ്രവൃത്തിയിൽ കൃത്യമായിട്ട് എന്താണ് ചെയ്യേണ്ടതെന്നുള്ള അറിവുള്ള ആളാണ്. മറ്റാരെയും ഡിപ്പെൻഡ് ചെയ്യേണ്ട ആവശ്യമില്ലാത്ത ഒരാളാണ്. ഇയാൾ നിങ്ങൾക്ക് മുൻപിൽ വളരെ ചാമിങ് ആയിട്ട് എല്ലാ കാര്യങ്ങളും വളരെ സപ്പോർട്ടീവായിട്ട് പെരുമാറുന്ന അങ്ങനത്തെ നേച്ചറായിട്ടാണ് നിങ്ങളുടെ മുന്നിൽ അയാൾ പ്രകടിപ്പിച്ചിട്ടുള്ളത്. ഇതുവരെ ഒരു പോസിറ്റീവ് എനർജിയാണ് ആൾ ചുറ്റും പരത്താൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. നിങ്ങൾക്ക് അങ്ങനെയുള്ള ഇംപ്രഷൻ തരാനാണ് ആളുടെ ശ്രമം. നിങ്ങളാവട്ടെ ആ ആളെ ഒരു പരിധിയിൽ കൂടുതൽ വിശ്വസിക്കുന്നുണ്ട്. നിങ്ങൾക്ക് സപ്പോർട്ടാണ് ആ ആൾ എന്ന് വിചാരിച്ചിട്ട് പല കാര്യങ്ങളും ആ ആളുടെ അടുത്ത് തുറന്നു പറയുന്നുമുണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞിരുന്നു, മാനേജ്മെൻറ്റിനും നിങ്ങളുടെയും ഇടയിൽ നിൽക്കുന്ന ഒരാൾ, അല്ലെങ്കിൽ നിങ്ങളുടെ മേലധികാരിക്കും നിങ്ങൾക്കും ഇടയ്ക്ക് നിൽക്കുന്ന ഒരാളാവാനാണ് സാധ്യത. അപ്പോൾ നിങ്ങൾക്ക് അയാളോടുള്ള അന്ധമായ വിശ്വാസം കാരണം നിങ്ങൾ ചിലപ്പോൾ രഹസ്യങ്ങൾ ഓവർ ഷെയർ ചെയ്യുന്നുണ്ടായിരിക്കാം. പറയേണ്ടാത്ത കാര്യങ്ങൾ പോലും ആളോട് വിശ്വസ്തനാണ് എന്ന് കരുതിയിട്ട് പറയുന്നുണ്ടായിരിക്കാം. പക്ഷേ ആളുടെ ശരിക്കുള്ള ഉദ്ദേശം നിങ്ങളുടെ നന്മയല്ല. ആൾ സുപ്പീരിയർ അതോറിറ്റിയോട്, മേലധികാരിയോട് നിങ്ങളെപ്പറ്റിയുള്ള കാര്യങ്ങൾ, നിങ്ങളെക്കുറിച്ച് മനസ്സിലാക്കുന്ന കാര്യങ്ങൾ പറയുന്നുണ്ട്. ഈ അവസരത്തിൽ നിങ്ങൾക്ക് എന്താണ് ചെയ്യാനുള്ളതെന്ന് ചോദിക്കുമ്പോൾ, നിങ്ങളിപ്പോൾ ഒരു വാളെടുത്ത് അയാൾക്കെതിരെ പടം നയിക്കാനൊന്നും പോകേണ്ട ആവശ്യമില്ല. നിങ്ങൾക്ക് യൂണിവേഴ്സിൻ്റെ സപ്പോർട്ടുണ്ട്. അതുകൊണ്ട് ഇപ്പോൾ നിങ്ങൾ എങ്ങനെ അയാളോട് പെരുമാറുന്നു അതുപോലെ തന്നെ ഫ്രണ്ട്ലി ആയിട്ട് കൂളായിട്ടിരിക്കുക. പക്ഷേ ഈ ഒരു അവയർനെസ് നിങ്ങൾക്ക് ഉണ്ടായിരിക്കണം. ഈ വ്യക്തി എന്നെ ശ്രദ്ധിക്കുന്ന ആളാണ്, എൻ്റെ നീക്കങ്ങൾ എന്തൊക്കെയാണ് എന്നറിയാൻ താല്പര്യമുള്ള ആളാണ്. അങ്ങനെ അയാൾക്ക് മുന്നിൽ ഒരു എല്ലാ കാര്യങ്ങളും തുറന്നു പറയാതെ, എന്നാൽ വളരെ കൂളായിട്ട് നാച്ചുറലായിട്ട് തന്നെ നിങ്ങൾക്ക് ഈ ഒരു അവയർനെസ് കിട്ടിയിട്ടുണ്ട് എന്നുള്ള യാതൊരു സൂചനകളും ആൾക്ക് കൊടുക്കാതിരിക്കുക. നമ്മളെപ്പോഴും ഓർക്കുക, പ്രത്യേകിച്ച് വർക്ക് പ്ലേസിലൊക്കെ ആണെങ്കിൽ അങ്ങനെയുള്ളൊരു ഓഫീസ് പൊളിറ്റിക്സ് ഒക്കെ എല്ലായിടത്തും ഉള്ളതാണ്. അതൊന്നും ഇല്ലാത്ത ഒരു സ്ഥലത്തേക്ക് നമുക്ക് പോകണം എന്നൊക്കെ പറഞ്ഞാൽ അത് ഒരു സ്വപ്നം മാത്രമായിട്ട് അവശേഷിക്കാനാണ് സാധ്യത. അങ്ങനെയുള്ള ആളുകൾ എപ്പോഴും എല്ലായിടത്തും ഉണ്ടാവും എന്ന് മനസ്സിലാക്കുക. ഇപ്പോൾ ഈ ആൾ നിങ്ങൾക്ക് വലിയൊരു ഭീഷണിയൊന്നുമല്ല. സോ ചെറിയൊരു ശ്രദ്ധ വെച്ചാൽ മാത്രം മതി. അമിതമായിട്ട് ആരോടും അടുപ്പം വയ്ക്കാതിരിക്കുക. എല്ലാവരോടും ഒരു തുല്യ അകലം സൂക്ഷിച്ച് മുന്നോട്ട് പോകുന്നതാണ് നിങ്ങൾക്ക് ബുദ്ധി. ഓക്കെ, കാര്യങ്ങൾ ക്ലിയറായി എന്ന് വിചാരിക്കുന്നു. പേഴ്സണൽ റീഡിംഗ് എടുക്കാൻ താല്പര്യം ഉണ്ടെങ്കിൽ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ എൻ്റെ ഇൻസ്റ്റഗ്രാമിൻ്റെ ലിങ്ക് ഉണ്ട്. അത് ചെക്കൗട്ട് ചെയ്യാവുന്നതാണ്. അതിൽ പേഴ്സണൽ മെസ്സേജ് DM ചെയ്താൽ പേഴ്സണൽ റീഡിങ്ങിൻ്റെ ഡീറ്റെയിൽസ് തരുന്നതാണ്. ടാരോ റീഡിങ്ങിനൊപ്പം നമ്മൾ ഓറ റീഡിംഗ്, റേക്കി ഹീലിംഗ് എന്നീ സർവീസുകൾ കൂടി പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ക്രിസ്റ്റൽ ബ്രേസ്ലെറ്റ്സും നമ്മളുടെ അടുത്ത് അവൈലബിൾ ആണ്. ഈ സൗകര്യങ്ങൾ പ്രയോജനപ്പെടുത്താൻ താല്പര്യമുള്ളവർ DM ചെയ്യുക. ഡീറ്റെയിൽസ് നമുക്ക് അതിൽ സംസാരിക്കാം.